ഇന്റർനെറ്റുമൊക്കെ മാറ്റി നിർത്താനാവാത്ത ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ നാം ഇപ്പോൾ. അൽഫോൻസ കോളേജിലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് പ്രയോജനമാകത്തക്കവണ്ണം ദീർഘകാല കോഴ്സുകളും ഹ്രസ്വകാല കോഴ്സുകളും ലഭ്യമാണ്. AICTEയുടെയും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരമുള്ള നീറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി സ്കീം അനുസരിച്ചുള്ള ഓൾ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സ് നമ്മുടെ കോളേജിൽ 1998 മുതൽ മികവുറ്റ രീതിയിൽ നടത്തിവരുന്നു. Hearty welcome, my dear students, to Alfonsa College and Alfonsa Institute of Computer Studies. Education is fast becoming more and more skill-oriented day by day. Your university degree can take you to a decent employment or profession only if you have the right type of essential skills. Skills add value to your degree and your resume will be incomplete without the skills you have acquired. Skills are the tools that take you to success in your career. Abraham Lincoln once remarked on skills, "If I had 6 hours to chop down a tree, I would spend the first 4 hours sharpening my axe." So, the time and other resources you allot for skills development is very important, and definitely that will be rewarding. You are beginning to spend 3 years in Alfonsa College on a degree program. Make sure you add value to your degree by acquiring necessary skills for your career. Skills can be acquired by training and practice. Skill acquisition alone is not sufficient. It has to be properly tested and certified by a reputed and accredited national body or institution. Alfonsa Institute of Computer Studies, which offers various short-term and long-term courses, has a track record of 22 years. It is accredited with A+ grade by the Government of India, Ministry of Electronics and Information Technology, and you can choose any one of the courses here so that you become proficient and employable as you complete your 3-year university degree. Thank you. Once again, I welcome you all to the institute. Good morning, dear students. പാല അൽഫോൻസ കോളേജിലെ അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഡിഗ്രിയോടൊപ്പം പാർട്ട് ടൈമായി പഠിച്ച് PSC അംഗീകൃത കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുള്ള സുവർണാവസരം കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് നൽകി വരുന്നു. ഒപ്പം ഫുൾ ടൈം റെഗുലർ കോഴ്സായി പഠിക്കുവാനുള്ള അവസരവും ഉണ്ട്. ഇക്കഴിഞ്ഞ വർഷം 1ാം റാങ്ക് നേടിയ മാത്തമാറ്റിക്സിലെ അമല ബാബു, ബോട്ടണിയിലെ പൊന്നിവലിയും ഡിഗ്രിയോടൊപ്പം ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും PGDCM സർട്ടിഫിക്കറ്റും സ്വന്തമാക്കി എന്നത് അഭിമാനാർഹമാണ്. കമ്പ്യൂട്ടർ കോഴ്സുകൾ നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയ സ്ഥാപനമാണ് അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസ്. ഈ കോഴ്സ് പാർട്ട് ടൈമായി പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രിയിലേക്ക് പോലെ തന്നെ ഓൺലൈൻ ക്ലാസുകളാണ് കമ്പ്യൂട്ടർ കോഴ്സിനും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോളേജിൽ റെഗുലർ ക്ലാസുകൾ തുടങ്ങി കഴിയുമ്പോൾ മോർണിംഗ്, ഈവനിംഗ്, നൂൺ ഇന്റർവെൽ, ഫ്രീ അവേഴ്സ് തുടങ്ങി ഡിഗ്രി ക്ലാസുകൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലാണ് കമ്പ്യൂട്ടറിന്റെ തിയറി ക്ലാസുകളും ലാബും അറേഞ്ച് ചെയ്യുന്നത്. ഈ കോഴ്സിന് ചേരുന്നവർക്ക് ഗവൺമെന്റിന്റെ ഓൾ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിന് കൂടെ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓൾ ലെവൽ എക്സാം പാസ്സാകുന്നവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്
ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമർ. പഠനത്തിൽ കഴിവും കമ്പ്യൂട്ടർ രംഗത്തേക്ക് കടന്നു വരുവാൻ താല്പര്യവുമുള്ള വിദ്യാർത്ഥിനികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 4 തിയറി പേപ്പറും 1 പ്രാക്ടിക്കൽ പേപ്പറും 1 പ്രൊജക്ട് വർക്കുമാണുള്ളത്. ഗവൺമെന്റിന്റെ 5th റിവൈസ്ഡ് സിലബസ് അനുസരിച്ചാണ് ഈ വർഷത്തെ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ തിയറി പേപ്പേഴ്സ് ഓർ സബ്ജക്ട്സ് ഇവയാണ്: ഇൻഫർമേഷൻ ടെക്നോളജി ടൂൾസ് ആൻഡ് നെറ്റ്വർക്ക് ബേസിക്സ്, വെബ് ഡിസൈനിങ് ആൻഡ് പബ്ലിഷിംഗ്, programming and problem solving through Python, Internet of Things and its applications. സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് നീറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നേരിട്ട് നടത്തുന്ന കോഴ്സാണ് O level കമ്പ്യൂട്ടർ കോഴ്സ്. DOEAC, DOEACC, Department of Electronics and Application of Computer Courses എന്നായിരുന്നു നീറ്റിന്റെ പഴയ പേര്. ഓൾ ഇന്ത്യ ബേസിസിലാണ് എക്സാമിനേഷനും ക്വസ്റ്റ്യൻസും ഒക്കെ. കേരളത്തില് തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം തുടങ്ങി 4-5 സെന്ററുകൾ ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേരിലാണ് O level കമ്പ്യൂട്ടർ കോഴ്സ് അറിയപ്പെടുന്നത്. കാരണം കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ വശങ്ങളിലുമുള്ള, പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗിലേക്ക് അടിസ്ഥാന വിവരങ്ങൾ മുതൽ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും പുതിയ പുതിയ സോഫ്റ്റ്വെയർ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്തുകൊണ്ടും പ്രയോജനകരമാണ്. സ്കൂളിലോ +2-ലോ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് ചേർന്നാൽ നല്ല മാർക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവർക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. കാരണം കമ്പ്യൂട്ടറിന്റെ ABCD മുതലാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിച്ചു തുടങ്ങുന്നത്. എന്നോട് എക്സാമ്പിൾ പറഞ്ഞാല്, ചെറിയ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമേ അക്ഷരങ്ങളാണ് പഠിച്ചത്. ABCD എന്നുള്ള അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങി. അതിനുശേഷം ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റാറ്റ്, മാറ്റ്, ക്യാറ്റ് എന്ന ചെറിയ ചെറിയ വേർഡ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് അതിനെ ഒരു സെന്റൻസ് ആക്കി പഠിച്ചു. I am a girl ഒരു സെന്റൻസ് ആയി. അതിനുശേഷം നമ്മളൊരു പാരഗ്രാഫ് എഴുതി, പിന്നെ ഒരു പേജ് എഴുതി. ഇപ്പൊ പല പേജുകള് എഴുതുന്നു ഇംഗ്ലീഷില്. പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ആദ്യം പഠിച്ച ABCD എന്ന് തുടങ്ങുന്ന 26 ആൽഫബറ്റ്സും അതുപോലെ ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നത്. അതുപോലെ ഈ കോഴ്സിന് ഗവൺമെന്റ് മീനിങ്ഫുൾ ആയിട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ബേസ് മുതൽ. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളിപ്പോ ഫാൻ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, TV ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക എന്നാ പറയുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിന് എന്താ പേര് പറയുന്നത്? നോക്കി ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക എന്നല്ല പറയുന്നത്, കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുക. അതുപോലെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ പ്രോഗ്രാമിംഗിന്റെ ബേസ് ലെവൽ മുതൽ നല്ല രീതിയിൽ പ്രോഗ്രാം എഴുതി ഒരു ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമർ സർട്ടിഫിക്കറ്റ് അവസാനം നമുക്ക് ലഭിക്കുന്നു. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന O level കോഴ്സിന് ഹയർ കോഴ്സസ് ഉണ്ട്. അതായത് നീറ്റിന് മറ്റു കോഴ്സസുകൾ ഉണ്ട്. അത്
എ ലെവൽ, ബി ലെവൽ, സി ലെവൽ ഒക്കെയാണ്. എ ലെവൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ, ബി ലെവൽ ഈക്വലന്റ് ടു MCA, സി ലെവൽ ഈക്വലന്റ് ടു MTech. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് മുതൽ MTech വരെ എത്തുക. ആ ഒരു ഓർഡറിലാണ് ഈ കോഴ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിഗ്രിക്ക് ശേഷം MCA കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ഡിഗ്രിയുടെ കൂടെ ഈ പാർട്ട് ടൈം കോഴ്സ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുള്ളത്, ഓരൽ എക്സാമിനേഷൻ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഗവൺമെന്റ് നടത്താറുള്ളത്, ജനുവരിയിലും ജൂലൈയിലും. ജനുവരി 2nd സാറ്റർഡേ മുതൽ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ 4 ദിവസം. അതുപോലെ തന്നെ ജൂലൈയിലും 2nd സാറ്റർഡേ മുതൽ 4 ദിവസവും. ഈ ടൈം ടേബിൾ ഒരു കാരണവശാലും ഡിഗ്രി എക്സാമിനേഷനെ ബാധിക്കാറില്ലായിരുന്നു. അതായത് കോഴ്സ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എക്സാമിനേഷൻ ടൈം ടേബിൾ അറിയാം. സാധാരണ പാർട്ട് ടൈം സ്റ്റുഡൻസ് ജനുവരി ബാച്ചിലും ഫുൾ ടൈം സ്റ്റുഡൻസ് ജൂലൈ ബാച്ചിലുമാണ് എക്സാം എഴുതാറുള്ളത്. കഴിഞ്ഞ 22 വർഷങ്ങളിൽ ഓരോ പുതിയ ബാച്ചിലും ആദ്യത്തെ ക്ലാസ്സിലും വളരെ അഭിമാനപൂർവ്വം ബോർഡിൽ എഴുതിയിടാറുണ്ടായിരുന്നത് എക്സാമിനേഷൻ ടൈം ടേബിൾ ആയിരുന്നു. ഇതുവരെ ഒരു ദിവസം പോലും മാറ്റം വന്നിട്ടുമില്ല. എന്നാൽ ഇത്തവണ ലോകം തന്നെ മാറ്റിമറിച്ച COVID-19 ഓ-ലെവൽ എക്സാമിനേഷനെയും ബാധിച്ചു. ഇപ്രാവശ്യത്തെ തേർഡ് ഇയർ സ്റ്റുഡൻസ് ജൂലൈ 2020 എഴുതേണ്ടിയിരുന്ന എക്സാമിനേഷൻ ജനുവരി 2021 മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോഴ്സിന് പഠിക്കുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും അവരുടെ രജിസ്ട്രേഷനും എക്സാമിനേഷനും ഒക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഡിഗ്രിയുടെ ആദ്യത്തെ 2 വർഷം കൊണ്ട് തിയറി പേപ്പറുകളും പ്രാക്ടിക്കൽ എക്സാമിനേഷനും കംപ്ലീറ്റ് ചെയ്യുകയും ഡിഗ്രി തേർഡ് ഇയറിന്റെ ഫൈനൽ എക്സാമിനേഷൻ കഴിഞ്ഞ പ്രൊജക്റ്റുമാണ് സാധാരണ ചെയ്യുന്നത്. കാരണം തേർഡ് ഇയറിൽ കൂടുതൽ ഡിഗ്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കൊണ്ട് കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ക്ലാസ്സുകൾ നേരത്തെ തന്നെ തീർത്തിരുന്നു. എന്നാൽ ഇത്തവണ മറ്റു കോഴ്സുകൾക്ക് സംഭവിച്ചതുപോലെ കമ്പ്യൂട്ടർ കോഴ്സുകളും നീണ്ടുപോയി. അതിന്റെ എക്സാമിനേഷനും മാറ്റം വന്നു. വരും വർഷങ്ങളിൽ എല്ലാം സുഗമമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓ-ലെവൽ എക്സാം ആദ്യ ചാൻസിൽ പാസ്സാകുന്ന ഫീമെയിൽ സ്റ്റുഡൻസിന് ഓരോ മൊഡ്യൂൾസിനും 3000 rupees വെച്ച് ടോട്ടൽ 12,000 rupees ഗവൺമെന്റ് സ്കോളർഷിപ്പ് നൽകുന്നതാണ്. SC/ST സ്റ്റുഡൻസിന് എക്സാം പാസ്സായി കഴിഞ്ഞാൽ കോളേജിൽ അടയ്ക്കുന്ന ഫുൾ ഫീസ് ഗവൺമെന്റ് തിരിച്ചു നൽകുന്നതാണ്. സ്കോളർഷിപ്പിന് അർഹരാകുന്നതിന് 2 രീതിയാണുള്ളത്. ഒന്നുകിൽ 4 മൊഡ്യൂൾസും ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ 2 മൊഡ്യൂൾസ് ജനുവരിയിലും 2 മൊഡ്യൂൾസ് ജൂലൈയിലും എഴുതാം. സെമസ്റ്റർ ഗ്യാപ്പ് വരാതെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, അത്യാധുനിക കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ കമ്പ്യൂട്ടർ ബുക്കുകളുടെ കളക്ഷൻസ്, എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ്, മികവുറ്റ റിസൾട്ട്, ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. ഇവയൊക്കെ നോക്കി നീറ്റ് ഓൾ ഇന്ത്യ ബേസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗ്രേഡ് നൽകുന്നുണ്ട്. 2009 അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിന് A+ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. ഇപ്പോഴും A+ ഗ്രേഡ് തുടരുന്നു. ഓരോ വർഷവും വിപ്രോ പോലെയുള്ള കമ്പനികളിൽ നിന്ന് ക്യാമ്പസ് സെലക്ഷൻ നടത്തുമ്പോൾ ഈ കോഴ്സിലെ സ്റ്റുഡൻസ് മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്.
എഞ്ചിനീയർ, ഡോക്ടർ, നേഴ്സ് എന്നീ ഫീൽഡുകളെ മാറ്റി നിർത്തി ഡിഗ്രി അഡ്മിഷൻ എടുത്ത നിങ്ങൾ ബാങ്കിംഗ്, ടീച്ചിങ്, PSC ആണല്ലോ ലക്ഷ്യം വെക്കുന്നത്. കോളേജ് അധ്യാപനത്തിന് ആവശ്യമായ UGC നെറ്റ് എക്സാമിലെ ജനറൽ പേപ്പറിലെ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസും PSC ബാങ്ക് ടെസ്റ്റുകളിലെ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസും ഈസിയായി കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. UPSC, PSC, പബ്ലിക് സെക്ടർ എന്നിവ അംഗീകരിച്ചിട്ടുള്ള ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമർ സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി നേടാൻ അർഹതയുണ്ടായിരിക്കുന്നതുമാണ്. പല PSC, ബാങ്ക് എക്സാമിനും കമ്പ്യൂട്ടർ നോളജ് മാത്രം മതിയാവില്ല. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റും ആവശ്യമായി വരുന്നു. ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ ഡിഗ്രിയോടൊപ്പം കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. മഹത്വത്തിലേക്കുള്ള വഴി സഹനമാണെന്ന് തിരിച്ചറിഞ്ഞ സ്നേഹത്തിന്റെ നെയ്ത്തിരി, ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ നമ്മുടെ സ്വന്തം അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള അൽഫോൻസ കോളേജിലെ അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെടുത്താതെ ഡിഗ്രിയോടൊപ്പം PGDCA സർട്ടിഫിക്കറ്റും PSC അപ്രൂവ്ഡ് ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമർ സർട്ടിഫിക്കറ്റും മുൻ വർഷങ്ങളിൽ കരസ്ഥമാക്കിയ മിടുക്കികളാണിവർ. ഈ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥിനികൾ O ലെവലിന്റെ തിയറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഡിഗ്രിയുടെ 2ാം വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ അവരുടെ പ്രൊജക്ട് സമയമായപ്പോൾ ലോക്ക്ഡൌൺ കടന്നു വന്നു. എങ്കിലും ഞങ്ങൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ പ്രവർത്തിച്ച് ലൈവ് ഡിസ്കഷൻസ്, ഓഡിയോ മെസ്സേജസ്, റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ യൂസ് ചെയ്ത് വീട്ടിലിരുന്ന് സേഫായി പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 2 സർട്ടിഫിക്കറ്റുകളും അവർ സ്വന്തമാക്കി. അതെ, എല്ലാ അവസ്ഥയും തരണം ചെയ്യാനുള്ള മാർഗവും ദൈവം നമുക്ക് തരും. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ചു കാണുന്ന ഒരു തിരുവചനമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. നമുക്ക് ശക്തി നൽകുന്ന, ധൈര്യം നൽകുന്ന തിരുവചനം. 2017-2020 ബാച്ചിലെ മിടുക്കികളായ നിങ്ങളുടെ സ്വന്തം ചേച്ചിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവർ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് മുതൽ പഠിച്ച് പ്രോഗ്രാമിംഗ് ലോജിക്കും കരസ്ഥമാക്കി ചെറിയൊരു വെബ്സൈറ്റും ഡെവലപ്പ് ചെയ്തു. എന്റെ പേര് പൊന്നു മരിയ ബേബി. അൽഫോൻസ കോളേജിൽ 2017-2020 ബാച്ചിലെ ബോട്ടണി ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ഡിഗ്രി കോഴ്സിനോടൊപ്പം അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസ് നടത്തുന്ന PGDCA കോഴ്സിനും ഞാൻ ചേർന്നിരുന്നു. ഡിഗ്രിയോടൊപ്പം PGDCAയും O ലെവലും കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. ക്ലാസ്സുകളിൽ റെഗുലറായി പങ്കെടുക്കുന്ന ഏതൊരാൾക്കും ഈ കോഴ്സുകൾ ഈസിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ഈ കോഴ്സിലൂടെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ നന്നായി പഠിക്കുവാനും പ്രാക്ടിക്കൽ സ്കിൽസ് നേടുവാനും എനിക്ക് സാധിച്ചു. ഡിഗ്രിയോടൊപ്പം ഈ കോഴ്സുകൾ ചെയ്യുന്നത് വഴി ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം PGDCA O ലെവൽ സർട്ടിഫിക്കറ്റുകൾ കൂടി സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ഈ ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്തണം. ഹായ്, ഞാൻ വർഷ. ഞാൻ 2017-20 മാത്തമാറ്റിക്സ് ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ ഡിഗ്രിയോടൊപ്പം തന്നെ PGDCA ചെയ്തിരുന്നു. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. കാരണം നമ്മൾ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് 2 സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ കിട്ടുകയാണ്. PGDCA O ലെവൽ സർട്ടിഫിക്കറ്റും നമ്മുടെ ഡിഗ്രി പഠനത്തെ ഒട്ടും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഡിഗ്രിക്ക് A+ ഉണ്ടായിരുന്നു, 9.39 ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ക്ലാസ് കൃത്യമായി കേൾക്കുക, PGDCA അങ്ങനെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും തന്നെ പാസ്സായിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ ഫ്രണ്ട്സിന് അങ്ങനെ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരായിരുന്നു. അവർ ബയോളജി സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പൊ അവർക്കും എനിക്കും ഒക്കെ സെയിം ഇത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പ്രയാസം അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ PSCക്ക് ആണെങ്കിലും അങ്ങനെ എല്ലാ മറ്റേ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോഴും കമ്പ്യൂട്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പോ നല്ലൊരു അവസരമാണ്, നിങ്ങൾ ചേരുക. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു.
എൻ്റെ പേര് ജിൻസി വർഗീസ്. ഞാൻ അൽഫോൺസ കോളേജിൽ 2017-2020 ബാച്ചിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചതാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കോഴ്സിനോടൊപ്പം തന്നെ PGDCയുടെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ PGDCയുടെ കോഴ്സും കംപ്ലീറ്റ് ആയി. ഞാൻ PGDCയിലും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 4 എക്സാമും പ്രാക്ടിക്കലും പാസ്സായി. PGDC വളരെ നല്ലൊരു കോഴ്സായിരുന്നു. ഇതിൻ്റെ നമ്മുടെ O-level സർട്ടിഫിക്കറ്റ്, PGDCയുടെ O-level സർട്ടിഫിക്കറ്റ് അത് ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ഈ കോളേജിൽ കോഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ PGDCയുടെ ചെയ്തതുകൊണ്ട് ഒരു വർഷം നമുക്ക് നഷ്ടമാകാതെ നമ്മുടെ ഡിഗ്രി പാസ്സായതോടുകൂടെ ഈ PGDCയുടെ കോഴ്സും പാസ്സായി. അപ്പം നമുക്ക് ഒരു വർഷം നമുക്ക് ശരിക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നതോടൊപ്പം തന്നെ NSSലും വോളണ്ടിയർ ആയിരുന്നു. അപ്പം ഞാൻ ഈ 3 ഒരുമിച്ചാണ് എൻ്റെ 3 വർഷം കൊണ്ടുപോയത്. പിന്നെ ഡിഗ്രിയുടെ പഠനത്തിന് ഈ PGDC ഒരിക്കലും ഒരു കോട്ടമായിരുന്നില്ല. അത് PGDCയും NSSും ഡിഗ്രി കോഴ്സും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രഷറും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നില്ല. വളരെ നല്ലൊരു കോഴ്സായിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് PGDC പഠിച്ചതിൽ. താങ്ക് യു. ഞാൻ ഭാവന വർമ്മ, പാല അൽഫോൺസ കോളേജിൽ ഡിഗ്രി BSc ബോട്ടണി വിദ്യാർത്ഥിനിയായിരുന്നു. PGDCയെ ഞാനൊരു ആഡ് ഓൺ കോഴ്സ് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് PGDCയെ പഠിച്ചതോടുകൂടി കമ്പ്യൂട്ടർ കൂടുതൽ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും സാധിച്ചു. PGDCയെയും ഡിഗ്രിയും ഒരുമിച്ച് കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് 2 സർട്ടിഫിക്കറ്റുകളാണ് കിട്ടിയത്. 2ഉം നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും സാധിച്ചു. O-level കോഴ്സും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും കൂടെ കരസ്ഥമാക്കാൻ സാധിച്ചു. എൻ്റെ പേര് ദിസ്മി മാത്യു. ഞാനൊരു BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു 2017-2020 ബാച്ച്. അതുപോലെ തന്നെ ഞാനൊരു PGDC സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നു. സോ എനിക്ക് PGDCയെ പറ്റി പറയാനുള്ളത്, PGDC പഠിക്കുന്ന വഴി നമുക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം മിക്ക സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, PGDC അതുപോലെ തന്നെ കോളേജിലെ സബ്ജക്ട്സും ഒരേ ടൈമിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ആസ് എ PGDC സ്റ്റുഡൻറ്റ് എനിക്ക് പറയാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് ഫസ്റ്റ് റാങ്കും ബാക്കി ഞങ്ങൾ 3 പേർക്ക് A+ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിപ്രോയിൽ പ്ലേസ്മെന്റ് കിട്ടിയിരുന്നു. അന്ന് ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു കാരണം PGDC തന്നെയാണ്. താങ്ക് യു. എന്റെ പേര് മഞ്ജു തോമസ്. ഞാൻ അൽഫോൺസ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഡിഗ്രിക്ക് ചേർന്നതിനോടൊപ്പം തന്നെ PGDC കോഴ്സിനും ചേർന്നിരുന്നു. 2 കോഴ്സുകളും ഒരുപോലെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നമ്മൾ PGDC കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ 2 സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള O-level സർട്ടിഫിക്കറ്റും 2 അൽഫോൺസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിന്റെ PGDC സർട്ടിഫിക്കറ്റും. ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 3 സർട്ടിഫിക്കറ്റ് ആണുള്ളത്. ഡിഗ്രി കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം O-level സർട്ടിഫിക്കറ്റും PGDC സർട്ടിഫിക്കറ്റും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ആരും ഇത് മിസ് ചെയ്യരുത്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നോബുര എസ് നായർ, പാല അൽഫോൺസ കോളേജിൽ ഡിഗ്രി BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ആഡ് ഓൺ കോഴ്സായിട്ടാണ് ഞാൻ PGDC O-level കോഴ്സ് തിരഞ്ഞെടുത്തത്. ഡിഗ്രിയോടൊപ്പം തന്നെ PGDC വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നല്ല മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് പുറത്താനായിട്ട് എനിക്ക് സാധിച്ചു. നമ്മൾ +2 കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോ PGDC ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു 1 ഇയർ കൺസ്യൂമിങ് കോഴ്സാണ്. എന്നാൽ ഡിഗ്രിയോടൊപ്പം ചെയ്തത് കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയ ഒരു കോഴ്സുമായിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ഈ PGDC മൂലം എനിക്ക് ഒത്തിരിയേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫൈനൽ ഇയർ ആകുമ്പോൾ, ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. ആ പ്രോജക്റ്റ് ചെയ്യാൻ എന്നെ വളരെയേറെ സഹായിച്ച ഒന്നാണ് ഈ PGDCയുടെ കോഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കുക, ടൈപ്പിങ്ങിനുള്ള സ്പീഡ്, അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് നമ്മളെയൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടും നമ്മളെ അതിനൊക്കെ സ്പീഡപ്പ് ആക്കുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് എനിക്ക് ഈ PGDC O-level കോഴ്സ് കൊണ്ട് തോന്നിയത്. PGDC എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് ആയതിനാൽ നമുക്ക് PSC പോലെയുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒന്നുകൂടി ആയതിനാൽ ഈ PGDC കോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയേറെ ഹെൽപ്ഫുള്ളും കോൺഫിഡൻസ് തരുന്നതും എല്ലാമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ മെയിൻ സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. അപ്പോ ഡിഗ്രി കോഴ്സിന്റെ കൂട്ടത്തില് വേറൊരു അഡീഷണൽ
സബ്ജക്റ്റും കൂടെ കോഴ്സും കൂടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാത്ത രീതിയിലാണ് PGDCയുടെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ലാബുകളൊക്കെ ഉണ്ട്, എങ്കിലും അതെല്ലാം നമ്മുടെ ഒരു ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ. പിന്നെ എക്സാമിന്റെ ടൈമിലാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കോച്ചിങ്ങുകളൊക്കെ തരും. എന്റെ പേര് ആൻസ്മരിയ ടോമി. BSc ഫിസിക്സ് 2017-2020 ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. NSS പ്രവർത്തിച്ചിരുന്നു. ഡിഗ്രിയോടൊപ്പം തന്നെ PGDC വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ഞാൻ അഞ്ജന എലിസബത്ത് ജോർജ്, പാല അൽഫോൺസ കോളേജ് 2017-2020 ബാച്ച് ബോട്ടണി ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. ഞാൻ ഡിഗ്രിയോടൊപ്പം തന്നെ അൽഫോൺസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിൻ്റെ PGDC O ലെവൽ കോഴ്സും ചെയ്തിരുന്നു. ഡിഗ്രി ക്ലാസ്സുകളെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിഗ്രി ക്ലാസ്സുകളോടൊപ്പം ഈ PGDC കോഴ്സും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിച്ചു. റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ടെസ്റ്റ് പേപ്പർ എഴുതുകയും ചെയ്യുന്ന ഏതൊരാൾക്കും O ലെവൽ എക്സാംസ് ഈസിയായി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഈ ചാൻസ് ഉപയോഗപ്പെടുത്തണം. എൻ്റെ പേര് അമല ബാബു. ഞാൻ അൽഫോൺസ കോളേജിലെ 2017-2020 BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ PGDCക്ക് ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു PGDCയും ഡിഗ്രിയും ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അന്നേരം ടീച്ചേഴ്സ് പറഞ്ഞു അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണെങ്കിൽ PGDCയുടെ എല്ലാ തിയറി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമെന്ന്. ഞാൻ അങ്ങനെ എല്ലാ തിയറി ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. ഞാൻ PGDCയും പാസ്സായി. അതുപോലെ എനിക്ക് BSc മാത്തമാറ്റിക്സിന് ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ NSൻ്റെയും കൂടെ അംഗമായിരുന്നു. അപ്പം ഈ 3 എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റി. PGDC കാരണം എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ O ലെവൽ പരീക്ഷ എഴുതാൻ പറ്റി. അത് ഞാൻ പാസ്സാക്കുകയും ചെയ്തു. അതുകൊണ്ട് ബിസിനസ് പ്രൊഫഷണൽ പ്രോഗ്രാമിംഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അത് PSC വാലിഡ് ആണ്. പിന്നെ PGDCയും ഒരു നമ്മുടെ കോളേജിൻ്റെ കോഴ്സ് ആയതുകൊണ്ട് നമ്മുടെ ഡിഗ്രിയുടെ ടൈം ടേബിളുമായിട്ട് ഒരിക്കലും അത് മിക്സ് ആകില്ല. ഡിഗ്രി ഇല്ലാത്തപ്പോഴാണ് PGDCയുടെ ടൈം ടേബിൾ വരുന്നത്. പിന്നെ ക്യാമ്പസ് സെലക്ഷൻ കയറുമ്പോൾ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് C ലാംഗ്വേജ് അറിയാവോ, പ്രോഗ്രാമിംഗ് അറിയാവോ എന്നൊക്കെ. അപ്പം ഇത് രണ്ടും അറിയാതെ നമുക്ക് ധൈര്യപൂർവ്വം പറയാം. അതുകൊണ്ട് എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഇൻഫോസിസിൽ. എൻ്റെ പേര് നവ്യ ഷാജി. ഞാൻ ഈ വർഷം അൽഫോൺസ കോളേജിൽ നിന്ന് BSc ഫിസിക്സ് 10ാം റാങ്കോടെ പ്ലസ് നേടി പാസ്സായി. അതോടൊപ്പം നമ്മുടെ കോളേജിലെ അൽഫോൺസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിൽ നിന്ന് PGDC കോഴ്സ് പൂർത്തിയാക്കുകയും O ലെവൽ എക്സാം പാസ്സാവുകയും ചെയ്തു. PGDC ഇന്നത്തെ കാലത്ത് അത്യാവശ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സാണ്. PGDCയിലൂടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ്, അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആയ C, C#, .NET ടെക്നോളജി എന്നിവയെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൊജക്റ്റ് ചെയ്യുന്നത് വഴി ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അതിൻ്റെ കോഡിംഗ് എങ്ങനെയാണ് എന്നിവയെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. PSC അംഗീകൃതമായ നമ്മുടെ PGDC കോഴ്സ് O ലെവൽ എക്സാം പാസ്സാകുന്നത് വഴി വിവിധ PSC, SSC, ബാങ്ക് ടെസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനും അവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് കഴിയുന്നു. ഈ ഡിഗ്രി ടൈമിൽ തന്നെ ഈ PGDC കോഴ്സ് O ലെവൽ എക്സാം എഴുതി പാസ്സാവുക എന്നത് ഒരു നേട്ടം തന്നെയാണ്. അത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമൊന്നുമല്ല. ക്ലാസ്സുകളിൽ റെഗുലറായി പങ്കെടുക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്താൽ ഇത് തീർച്ചയായും നേടിയെടുക്കുവാൻ കഴിയും. തീർച്ചയായും ടീച്ചേഴ്സിന്റെ സഹകരണം കൊണ്ടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ ഡിഗ്രി ടൈമിൽ തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. അവര് ഞങ്ങളുടെ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് ഞങ്ങൾക്ക് നന്നായി പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. ജെസ്സി മിസ്സിനെയും സന്ധ്യ മിസ്സിനെയും ഇന്ത്യ മിസ്സിനെയും അശ്വതി മിസ്സിനെയും എല്ലാം ഈ അവസരം പ്രത്യേകം ഓർക്കുകയാണ്. അവർക്കെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. താങ്ക് യു. 2018-2021 ഡിഗ്രി ബാച്ചിൽ നിന്ന് 26 സ്റ്റുഡൻസ് ആയിരുന്നു PGDC കോഴ്സിന് ചേർന്നത്. അവരിൽ 23 പേരാണ് ജനുവരി 2020 O ലെവൽ എക്സാമിനേഷന് എഴുതിയത്. എക്സാം എഴുതിയ എല്ലാവരും സ്കോളർഷിപ്പിന് അർഹരായി. 9 പേർ S ഗ്രേഡും 8 പേർ A ഗ്രേഡും കരസ്ഥമാക്കി. S ഗ്രേഡ് എബോവ് 85%, A ഗ്രേഡ് ബിറ്റ്വീൻ 75 and 84% ആണ്. ജൂലൈ 2020 എഴുതേണ്ടിയിരുന്ന അടുത്ത 2 മൊഡ്യൂൾസ് ലോക്ക്ഡൌൺ കാരണം ജനുവരി 2021 മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ഇയറിലാണെങ്കിലും കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത അറിയാവുന്ന മിടുക്കികളായതുകൊണ്ട് അവർ എല്ലാവരും ജനുവരിയിൽ എക്സാം എഴുതി പാസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഡിയർ സ്റ്റുഡൻസ്. 2019
2022 ഡിഗ്രി ബാച്ചിൽ നിന്നുള്ള കമ്പ്യൂട്ടർ കോഴ്സിൽ 64 സ്റ്റുഡൻസ് ആണുള്ളത്. ലോക്ക്ഡൌൺ കാരണം അവരുടെ O-level എക്സാമിനേഷനും നീണ്ടുപോയി. ജനുവരി 2021 എഴുതേണ്ടിയിരുന്ന എക്സാം അവർക്ക് ജൂലൈ 2021 എഴുതാവുന്നതാണ്. ഈ വർഷം, അതായത് 2020-2023 ഡിഗ്രി ബാച്ചിൽ അഡ്മിഷൻ നേടുന്ന സ്റ്റുഡൻസിന്റെ കമ്പ്യൂട്ടർ എക്സാം ടൈം ടേബിൾ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ജനുവരി 2022 ജൂലൈ 2022 ആണ്. ഈ കോഴ്സിൽ ചേർന്നതിന് ശേഷം ഡിഗ്രിയും കമ്പ്യൂട്ടർ കോഴ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ തടസ്സം നേരിടുന്നവർക്ക് ഒന്നുകിൽ പഠിച്ചതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയോ ഡിഗ്രിക്ക് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം നൽകുകയോ ചെയ്യുന്നതാണ്. കാരണം O-level കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 വർഷം വരെയുള്ള അവസരമാണ് ഗവൺമെന്റ് നൽകുന്നത്. 2016 ഡിഗ്രിക്കും കമ്പ്യൂട്ടർ കോഴ്സിനും ജോയിൻ ചെയ്തിട്ട് 2020 കമ്പ്യൂട്ടർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിനി മിസ് മേഘ വേണു തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഹലോ, ഞാൻ മേഘ. ഞാൻ പാല അൽഫോൻസ കോളേജിലെ BVOC സ്പോർട്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോതെറാപ്പി 2016-9 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഡിഗ്രിയുടെ ഒപ്പം തന്നെ PGDC ജോയിൻ ചെയ്തു. BVOCൻ്റെ എക്സാം പ്രോബ്ലം ഷെഡ്യൂളിൻ്റെ മിസ്ബാലൻസ് കാരണം എനിക്ക് ഡിഗ്രിയുടെ ഒപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ PG അവിടെ തന്നെ ജോയിൻ ചെയ്തു. ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ക്യാരിങ് ആയിരുന്ന സമയത്തായിരുന്നു പ്രോജക്റ്റ് വർക്ക് വന്നത്. ടീച്ചേഴ്സിൻ്റെ എല്ലാം നല്ല കോപ്പറേഷനോടെ എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് PGയും കംപ്ലീറ്റ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കമ്പ്യൂട്ടറിന് ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ PGDC പഠിച്ചതുകൊണ്ട് ഡിഗ്രിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റി. ടീച്ചേഴ്സിന് നല്ല കോപ്പറേഷൻ ഉണ്ട്. നമുക്ക് ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, O-level സർട്ടിഫിക്കറ്റ്, PGDCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. PSCക്കും നല്ല ഉപകാരമുള്ള സർട്ടിഫിക്കറ്റാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഡിഗ്രിയും PGയും എൻ്റെ ഈ കല്യാണം എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ പഠിച്ച ടീച്ചേഴ്സിൻ്റെ കോപ്പറേഷൻ കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ എല്ലാവരും ഇത് ജോയിൻ ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ്. 2020-2021 അക്കാഡമിക് ഇയറിലെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ്. കോഴ്സ് ഡ്യൂറേഷൻ 1 year full time or 2 years part time. Qualification degree or +2. കോഴ്സ് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ബ്രോഷർ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോഴ്സിന് ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 7-ാം തീയതിക്ക് മുൻപായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരുന്നതാണ്. ഈ മാസം 16-ാം തീയതിക്ക് മുൻപായി ജോയിൻ ചെയ്യണം. കോളേജിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ എല്ലാ വർഷവും 2 ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. 1 year full time ബാച്ചും 2 years part time ബാച്ചും. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കാറുള്ള ഈ ബാച്ചുകൾ ഈ വർഷം ഉടനെ തന്നെ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. +2 ഡിഗ്രിയും കഴിഞ്ഞ് മറ്റു കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടൈം ബാച്ചിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ ടൈം ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ക്ലാസുകൾ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വിവരം ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇന്നിന്റെ ആവശ്യഘടകമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുള്ള മിടുക്കികളായവർക്ക് ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ്. പ്രിയ കുട്ടികളെ, ഞാൻ ഈ പറഞ്ഞ
2 കമ്പ്യൂട്ടർ കോഴ്സുകളും വളരെ നല്ലതാണ്. ഡിഗ്രിയുടെ കൂടെ ഒരു വർഷം കളയാതെ നമുക്ക് പഠിക്കാൻ സാധിച്ചാല്. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണിത്. കാരണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ ഡിഗ്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കോഴ്സും കൂടെ ഒപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്കതിന് സാധിക്കുമോ എന്ന് സ്വയം തീരുമാനിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കുക. അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരുമായ എല്ലാ വിദ്യാർത്ഥിനികളെയും ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനത്തിലെ PGDCA സർട്ടിഫിക്കറ്റും PSC അംഗീകൃത O-level സർട്ടിഫിക്കറ്റും സ്വന്തമാക്കുന്നതിന് ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമുക്ക് ഭൂതകാലത്തെ നന്ദിയോടെ ഓർക്കാം, വർത്തമാനം ഉത്സാഹത്തോടെ ജീവിക്കാം, ഭാവി ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കാം. അതെ, അജ്ഞാതമായ ഭാവിയിൽ ഗുണകരമായത് മാത്രമേ സംഭവിക്കൂ എന്ന സച്ചിന്തയാണ് വർത്തമാനത്തെ പ്രകാശപൂരിതമാക്കുന്നത്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.